എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ചെറിയ പ്രോസസ്സ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് ചെയ്യും. അപ്പോൾ എല്ലാ തവണയും പറയാറുള്ള പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുക. അതിനുശേഷം നമ്മൾ ഒരു ബ്രീത്തിങ് ഒരു 3 തവണ ബ്രീത്ത് എടുത്തതിന് ശേഷം ആയിരിക്കും ഈ പ്രോസസ്സിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സോ എല്ലാവരും കംഫർട്ടബിൾ പൊസിഷനിൽ ഇരുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒന്ന് പതുക്കെ കണ്ണുകൾ അടയ്ക്കുക. അടച്ചതിന് ശേഷം നമ്മൾ ബ്രീത്തിങ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ ക്ലോസ് യുവർ ഐസ്. ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ. നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആയിരിക്കുകയാണ്. ഇനി നമ്മളൊരു വിഷ്വലൈസേഷൻ പ്രോസസ്സിലൂടെ കടക്കാൻ പോവുകയാണ്. നിങ്ങളൊരു ഫിലിം തിയേറ്റർ ഉണ്ടല്ലോ, ആ തിയേറ്റർ ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ആ തിയേറ്ററിലേക്ക് നടന്നു കയറുന്നതായിട്ടൊന്ന് ഇമാജിൻ ചെയ്യുകയാണ് ആദ്യം ചെയ്യേണ്ടത്. സോ നമ്മളെല്ലാവരും സിനിമ കാണുന്നവരാണ്. സോ ആ ഒരു പ്രോസസ്സ് നമുക്ക് വളരെ എളുപ്പമായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാവരും തിയേറ്ററിലേക്ക് കടക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. ഒരു വലിയ സ്ക്രീൻ നിങ്ങളുടെ മുമ്പിൽ കാണാനായിട്ട് സാധിക്കും. ആ കസേരകളും ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കസേരയിൽ നിങ്ങൾ ഇരിക്കുക. നിങ്ങൾ ഇരുന്നതിന് ശേഷം ആ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ഫിലിം സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് കാണാം. അത്ഭുതമെന്ന് പറയട്ടെ, നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫ് തന്നെയാണ്, നിങ്ങളുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ. നിങ്ങൾ വളരെ കൗതുകകരമായിട്ട് ആ ഒരു കാഴ്ചകൾ കാണുകയാണ്. നിങ്ങളുടെ പാസ്റ്റിൽ നടന്നതും നിങ്ങളിപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കടന്നുപോയ വിഷമങ്ങളും നിങ്ങൾ കടന്നുപോയ സങ്കടങ്ങളും നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ, ഇതെല്ലാം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരുപാട് പേര് നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടായിരിക്കും, പഴി ചാരിയിട്ടുണ്ടായിരിക്കും, രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഇതെല്ലാം നമ്മൾ ആ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫ് തന്നെയാണ് അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നു? എന്തുകൊണ്ട്? വൈ മീ എന്ന് പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളിപ്പോൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നം ഉണ്ടായിരിക്കും. ആ പ്രശ്നം നിങ്ങൾക്ക് അവിടെ വളരെയധികം തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങളൊരു നിമിഷം പകച്ചു പോവുകയാണ്. ഈ ഒരു സമയം നിങ്ങൾ വളരെ ഒന്നും പറയാൻ പറ്റാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട് ഇരിക്കുകയാണ്. ആ ഒരു സീറ്റിൻ്റെ ബാക്കിലേക്ക് നിങ്ങൾ ചാരിയിരുന്നു. ഇനി എന്ത് എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണ്. പെട്ടെന്നാണ് ആ ഒരു സ്ക്രീൻ ഓഫായി പോകുന്നത്. അങ്ങനെ ഓഫായി പോകുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നില്ല എന്ത് ചെയ്യണം. നിങ്ങളുടെ കൺമുമ്പിൽ ആ കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇതൊക്കെയായിരുന്നു എൻ്റെ ലൈഫ്, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് എന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു സ്ക്രീൻ വീണ്ടും ഓൺ ആവുകയാണ്. ആ സ്ക്രീനിലേക്ക് നിങ്ങൾ അത്ഭുതപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ച വളരെ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ ഒരു നിമിഷം വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ, ഈ ഒരു നിമിഷം മുതൽ നിങ്ങൾ ആ സ്ക്രീനിൽ കാണുന്നത് നിങ്ങളുടെ ഡ്രീം ലൈഫാണ്. എല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളെ അവിടെ കാണുകയാണ്. യു ഫീൽ സോ ഹാപ്പി അല്ലേ? നിങ്ങൾ ആഗ്രഹിച്ച ഓരോ കാര്യവും നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ചുറ്റും നിന്ന് നിങ്ങളെ കുറ്റം പറഞ്ഞവർ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നു. നിങ്ങൾ ആവാനാണോ ആഗ്രഹിച്ചത്, ആ ആളായി നിങ്ങൾ മാറിയിരിക്കുകയാണ്. യു ഫീൽ സോ അമേസിങ്. എന്ത് രസമാണ് ആ ഒരു കാഴ്ച എന്നറിയോ? യു ഫീൽ സോ ഗ്രേറ്റ്. എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണില്ല.
നിമിഷങ്ങൾക്കകം നിങ്ങളുടെ ആ ഒരു ലൈഫ് മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ഡ്രീം ഹൗസ്, നിങ്ങളുടെ ഡ്രീം കാർ, നിങ്ങളുടെ ഒരു സ്പെഷ്യൽ പേഴ്സൺ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ ഒക്കെ നിങ്ങളുടെ ചുറ്റുമുണ്ട്. നിങ്ങളെ സൊസൈറ്റി അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളെ റെസ്പെക്റ്റ് തരുന്നു. നിങ്ങളെ കാണുമ്പോൾ എന്തൊക്കെ ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ അതൊക്കെ ഈ ഒരു സ്ക്രീനിൽ, ഇങ്ങനെ വലിയ സ്ക്രീനിൽ നിങ്ങളെ തന്നെ നിങ്ങൾ കാണുകയാണ്. യു ഫീൽ സോ ഹാപ്പി, യു ഫീൽ സോ എക്സൈറ്റഡ്. ഹൗ ബ്യൂട്ടിഫുൾ ലൈഫ് ഈസ്. കുറച്ച് നിമിഷം വരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്നൊരു സമയത്ത് ആ ഒരു നിമിഷം പെട്ടെന്നാണ് മാറിയത്. മിറാക്കിൾസ് ഡു ഹാപ്പൻ. മിറാക്കിൾസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. നമ്മൾ പോലും അറിയാതെ ആ ഒരു യൂണിവേഴ്സ് നമ്മളെ ബ്ലെസ് ചെയ്യുന്നതാണ്. യു വിൽ സോ അമേസിങ്. ആ ഒരു വിഷ്വൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ഒന്നുമല്ല, നിങ്ങൾ ഒന്നും ആയി തീരില്ല എന്ന് പറഞ്ഞവരൊക്കെ നിങ്ങളെ അല്പം അസൂയോടുകൂടെ തന്നെ നോക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഹൗ യു ഫീൽ? യു ഫീൽ സോ ഗ്രേറ്റ് അല്ലേ? യു ഫീൽ സോ ഗ്രേറ്റ്. നമ്മൾക്ക് തന്നെ ഒരു വലിയ നമ്മളൊരു വേർത്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ കാര്യവും നിങ്ങൾ ഈ ഒരു വലിയ സ്ക്രീനിൽ, ഇത്രയും വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ, ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. ഇറ്റ് ഫീൽസ് സോ ഇമോഷണൽ. നമുക്ക് സങ്കടം വരുന്നുണ്ടല്ലേ? ഇത് പക്ഷെ ഒരു സങ്കടക്കണ്ണീരല്ല, ഇതൊരു ആനന്ദക്കണ്ണീർ തന്നെയാണ്. കാരണം നമ്മൾ ആഗ്രഹിച്ച എല്ലാം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ that was a great feeling. That is a great feeling. ഇത്രേ പറയാനുള്ളൂ. You feel so happy. You feel so excited. Say thank you. Thank you universe. Thank you so much. Thank you. Thank you so much. നിങ്ങൾ വളരെ വലിയ സന്തോഷത്തോടെ ആ സ്ക്രീനിലേക്ക് ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നേടിക്കഴിഞ്ഞ് എന്ന് മനസ്സിലാക്കുമ്പോൾ പതുക്കെ ഒരു ഹാപ്പി എൻഡിങ് ആയിട്ട് ആ ഒരു ഫിലിം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു കസേരയിലേക്ക് നിങ്ങൾ വളരെ സന്തോഷത്തോടെ ചാഞ്ഞിരിക്കുകയാണ്. എണീറ്റ് നിന്ന് നമ്മൾ സ്വയം കൈയടിക്കുകയാണ്. കാരണം നമ്മുടെ ലൈഫ് വളരെ ബ്ലോക്ക് ബസ്റ്റർ ഫിലിം പോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. സൂപ്പർ ഹിറ്റ് ഫിലിം പോലെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യണത്. ആദ്യം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അതൊരു സൂപ്പർ ഹിറ്റ് ഫിലിമായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മൾ നായകനോ നായികയോ ആയിക്കോട്ടെ, ആ ഒരു പ്ലേസ് നമ്മൾ കയ്യേറിയിരിക്കുകയാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടെ വളരെ തുള്ളിച്ചാടിക്കൊണ്ടാണ് നമ്മൾ ആ ഒരു തിയേറ്ററിൽ നിന്ന് നമ്മൾ പോരുന്നത്. അങ്ങനെ പതുക്കെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചു പോകാൻ നേരം ആ ഒരു തിയേറ്ററിലേക്ക് നമ്മളത് തിരിഞ്ഞൊന്ന് നോക്കുന്നുണ്ട്. യെസ്, ദാറ്റ് ഈസ് യു. നമ്മൾ ഇതാണ് നമ്മൾ. നമുക്കറിയാം ആ ഒരു തിയേറ്ററിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നോക്കി ആ ഒരു തിയേറ്ററിൽ നോക്കി നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, യെസ്, എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിലും ഒരു നിമിഷം മതി അതൊക്കെ മാറാൻ. എൻ്റെ ഡ്രീം ലൈഫ് ഞാൻ അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റ്. നിങ്ങൾ ചെറു പുഞ്ചിരിയോടുകൂടെ ആ തിയേറ്ററിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ചെയ്യുന്നത്. 26 മിനിറ്റ് വരെ ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ 27-ാം മിനിറ്റ് മുതൽ നിങ്ങൾ ആഗ്രഹിച്ച ലൈഫ് നിങ്ങൾക്ക് കിട്ടുകയാണ് ചെയ്യണത്. ആൻഡ് ദാറ്റ് ഈസ് സോ ഫാൻറ്റാസ്റ്റിക്. വളരെ വളരെ സന്തോഷത്തോടുകൂടെ നമ്മൾ ആ ഒരു തിയേറ്ററിൽ നിന്ന് നമ്മൾ നടന്ന് നമ്മുടെ വീട്ടിലേക്ക് പോവാണ്. ആൻഡ് യു ഫീൽ സോ ഹാപ്പി, യു ഫീൽ സോ ഗ്രേറ്റ് അല്ലേ? ഭയങ്കര സന്തോഷത്തോടുകൂടെ നമ്മൾ ഇത് ആലോചിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ദാറ്റ്സ് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ. നമുക്ക് എല്ലാം നേടാൻ കഴിയുമെന്ന് ഈ ഒരു മെഡിറ്റേഷനിലൂടെ നമ്മൾ അറിയുകയാണ് ചെയ്യുന്നത്. ആൻഡ് വെനെവർ യു ഫീൽസ് സെൽഫ് ഡൗട്ട് തോന്നുന്ന നിമിഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഈ ഒരു മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. 26 മിനിറ്റ് നമ്മൾ പ്രശ്നങ്ങൾ കൊണ്ട് നിൽക്കുകയാണെങ്കിൽ പോലും 27-ാം മിനിറ്റ് മുതൽ നമ്മളെ ലൈഫ്, നമ്മുടെ ഡ്രീം ലൈഫ് നമുക്ക് നേടാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. സോ ആ ഒരു ഹോപ്പ്, ആ ഒരു പ്രതീക്ഷ നമുക്ക് തരുന്നത് ചില്ലറ കാര്യമല്ല. സോ ഒരുപാട് സന്തോഷത്തോടു കൂടെ വളരെ കാമായിട്ട് താങ്ക് യു പറഞ്ഞുകൊണ്ട് നമുക്കൊരു വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ അവസാനിപ്പിക്കാൻ സമയമായി. സോ എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നു അപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ഒന്ന് ചെയ്തു നോക്കുക. വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെഡിറ്റേഷനാണിത്.
ഇഷ്ടംപോലെ കാര്യങ്ങൾ നിങ്ങൾക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. സോ വളരെ വളരെ സന്തോഷം അല്ലേ. ഐ ഫീൽ സോ ഹാപ്പി ഫോർ യു. നിങ്ങളുടെ എല്ലാവരുടെയും ഡ്രീം അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സോ വി ആർ coming to end of this meditation. So inhale, exhale, inhale, exhale, inhale, exhale. പതുക്കെ കണ്ണുകളൊന്ന് തുറക്കുക. How you feel? വെരി ഹാപ്പി അല്ലേ. ഇത് നമുക്കൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുകളിൽ നിന്നൊക്കെ ചെറിയൊരു ഇങ്ങനെ വെള്ളത്തിന്റെ അംശമൊക്കെ നിൽക്കണമായിട്ട് തോന്നും അല്ലേ. നമ്മുടെ ആ ഒരു ബിഗ് സ്ക്രീനിൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് ആ പെട്ടെന്ന് ഓഫായി ഓൺ ആവുമ്പോൾ നമ്മുടെ ഡ്രീം ലൈഫ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അത് നല്ല രസമുള്ള കാര്യമല്ലേ. നമുക്ക് സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മുടെ കഥ തന്നെ ആ ഒരു സിനിമ സ്റ്റൈലിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും തോന്നുന്നത്. സോ ഈ ഒരു മെഡിറ്റേഷൻ വളരെ ഡീപ്പ് ആൻഡ് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു മെഡിറ്റേഷൻ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക. എല്ലാവർക്കും ഈ ഒരു മെഡിറ്റേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ദിസ് ഈസ് ജോഷി മാനൻ സൈനിങ്.